തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. സദൃശ്യവാക്യങ്ങൾ 20:6. വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? ഈ ഉത്തരാധുനിക സമൂഹത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിശ്വസ്തത. വിശ്വസ്തത എവിടെ കാണും? സമസ്ത മനുഷ്യരും ഇഷ്ടപ്പെടുന്ന ഗുണമാണ് വിശ്വസ്തത. വിശ്വസിക്കാനും നമ്പാനും കൊള്ളാവുന്നവരെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നാണ് വിശ്വസ്തത പിറക്കുന്നത്. പ്രഥമമായി അത് ഈശ്വര വിശ്വാസത്തെ കുറിക്കുന്നു. ദൈവത്തോട് വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉള്ളവർക്ക് മനുഷ്യരോടും അപ്രകാരം ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും പെരുമാറുവാൻ ഒരിക്കലും പ്രയാസം ഉണ്ടാകുകയില്ല. ചെയ്യുന്ന ശപഥങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, കേൾക്കുന്ന ഉപദേശങ്ങൾ മുതലായവയിൽ ഇളവ് കൂടാതെ നിലനിൽക്കുന്നവരെ വിശ്വസ്തരാവുകയുള്ളൂ. അവിശ്വസ്തത, വഞ്ചന, പ്രതികാരം ഇവയെല്ലാം പൈശാചികമാണ് പ്രിയമുള്ളവരെ. അതിൽ മുഴുകുന്നവർ സത്യം അറിഞ്ഞിട്ടും സത്യത്തോടൊപ്പം നിൽക്കാത്തവരായിരിക്കും. വിശ്വാസപൂർവ്വം മറ്റൊരാൾ ഏൽപ്പിക്കുന്ന ദൗത്യമോ ചുമതലയോ നിറവടിയായി നിവർത്തിക്കേണ്ടതാണ്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ധനമായാലും അങ്ങനെ തന്നെ ആയിരിക്കണം. മനുഷ്യ സമുദായത്തിൽ വ്യക്തിബന്ധങ്ങളെ പിഴുതെറിയുന്നതും നീതിയെ ഹനിക്കുന്നതും ചതിപ്രയോഗങ്ങളാണ്. പക്ഷേ ചതിയൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുമെങ്കിലും ആത്യന്തികമായി നിർമൂലമാവുക തന്നെ ചെയ്യും. ദയവായ്പുള്ള മനുഷ്യരുണ്ട്, അവരെ നാം പ്രകീർത്തിക്കുന്നു. അതിലും കവിഞ്ഞതാണ് വിശ്വസ്തത. ദൈവത്തോടുള്ള കടപ്പാടും അനുസരണവും ദൈവഭയവുമാണ് വഞ്ചനയിൽ നിന്നും അവിശ്വസ്തതയിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നത്. ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി അന്യരെ ചതിക്കുന്നവരുടെ വഞ്ചന ദൈവദൃഷ്ടിയിൽ അസന്ദിവ്യമാണ്. ദയാലുവായ മനുഷ്യൻ വിശ്വസ്തനായിരുന്നതിനാൽ ഏറെ നന്ന്. പല മനുഷ്യരും ജീവിതത്തിൽ പരാജയമായും പരംദ്രോഹികളായും ഭവിക്കുന്നത് അവരുടെ അധാർമികമായ പശ്ചാത്തലത്തിൽ നിന്നാണ്. വിശ്വസിക്കുന്നവരെ ചതിക്കുന്നത് മനുഷ്യത്വരാഹിത്യവും വിശ്വാസവഞ്ചനയും മനുഷ്യാവകാശ ലംഘനവുമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. നിരപരാധികളെ ചതിക്കുന്നത് എത്രയോ ഹീനമാണ്. ദൈവം മനുഷ്യനെ നല്ലവനായി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ വിശ്വസിച്ചു. എന്നാൽ മനുഷ്യൻ ആ വിശ്വസ്തതയ്ക്ക് വിലയിട്ടു. വിലക്കപ്പെട്ട കനി. ഒന്നാമത്തേത് ദൈവത്തോടാണ് മനുഷ്യൻ അവിശ്വസ്തത കാട്ടിയത്. വിശ്വാസം സമർപ്പണത്തിൽ വളരുന്നു. വിശ്വാസം എന്നാൽ തന്നെ മറ്റൊന്നിനെ സ്വയം സമർപ്പിക്കുന്നതാണല്ലോ. സമർപ്പണം, സമ്യക്കായ അർപ്പണം. അപൂർണമായാൽ അതിൽ ഒളിച്ചു വെക്കലും ചതിവും വളർന്നു വരുന്നത് സ്വാഭാവികമാണ്. ചതിക്കാൻ വേണ്ടി വിശ്വസ്തത നടിക്കുന്നത് ക്രൂരമായ പാതകമാണ്. അത് കൊടും പാപമാണ്. അത് നിമിത്തം എത്ര പേർ നഷ്ടം സഹിക്കേണ്ടി വന്നിരിക്കുന്നു. എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയിരിക്കുന്നു. സ്നേഹം നടിച്ച് തട്ടിപ്പ് നടത്തുന്നവരുടെ കഥ ഇനിയും അവസാനിച്ചിട്ടില്ല. മശിഹ സഭയ്ക്ക് വേണ്ടി സ്വപ്രാണനെ സമർപ്പിച്ചതിനാൽ സഭ അപരനെ തേടാതെ രക്ഷിതാവിനോട് വിശ്വസ്തതയായിരിക്കണം. ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്നത് വിശ്വസ്തതയുടെ രീതിയല്ല. വിശ്വസ്തരായ മനുഷ്യരുടെ പ്രഥമ പ്രതിബദ്ധത ദൈവത്തോടാകയാൽ അവർ യജമാനനെ ദ്രോഹികളോ മനുഷ്യപാതകരമായി ഭവിക്കുകയില്ല. വിശ്വസ്തതയ്ക്ക് കാലദേശ പരിധികൾ ഉണ്ടാവുകയുമില്ല. ഒരിക്കൽ വിശ്വസ്തരായാൽ എന്നും അങ്ങനെയായിരിക്കും. ഒരർത്ഥത്തിൽ ദൈവസ്നേഹത്തോടുള്ള നന്ദിപൂർണമായ പ്രതികരണം തന്നെയാണ് അന്യരോടുള്ള വിശ്വസ്തത. അവിശ്വസ്തതയ്ക്കും വഞ്ചനയ്ക്കും ചതിക്കും നമ്മുടെ ജീവിതത്തെ കളങ്കപ്പെടുത്താതിരിക്കട്ടെ.
മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും. എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? സദൃശവാക്യം 20:6. ദൈവം അനുഗ്രഹിക്കട്ടെ.